നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അത് ഞാൻ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീവട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു. നസറേയനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത്, തുടർന്നുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് സർവജ്ഞാനിയായ യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം യേശു അറിഞ്ഞിട്ട് എന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശു സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് വ്യക്തമാണ്. യേശു ശിഷ്യന്മാരുമായിട്ടാണ് ഗത്സമനയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് അവർ യേശുവിനെ പിടിക്കാൻ വരുന്നത്. യേശു എല്ലാ ദിവസവും ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് യേശുവിനോ ശിഷ്യന്മാർക്കോ യാതൊരു ആയുധമോ പ്രതിരോധത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പീലാത്തോസിനെ തകർക്കുമെന്നോ അല്ലെങ്കിൽ റോമാ ഗവൺമെൻറ്റിനെ മറിച്ചിടുമെന്നോ ഒന്നും യേശു ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള ഒന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു മനുഷ്യൻ്റെ പാപത്തെ, പുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും, അതായത് യഹൂദമത നേതാക്കളുടെ പാപത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ റോമാക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് യേശു പറഞ്ഞിട്ടില്ല. കാരണം യേശുവിനോട് ആൾ ചോദിച്ചു, കൈസർക്കാരൻ കൊടുക്കുന്ന വിഹിതമോ? യേശു പറഞ്ഞു, അതിലെന്താ മുദ്രയുള്ളത്? കൈസറുടെ മുദ്ര. കൈസർക്കുള്ള കൈസർക്ക് കൊടുക്കണം എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. കാരണം യഹൂദന്മാർ മിസ്രയീമിൽ ഫറവോൻ്റെ അടിമകളായിരുന്നത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അവർ ബാബേലിൽ അടിമകളായിരുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അശൂരിൽ അടിമകളായിരുന്നത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോൾ അവർ റോമാക്കാരുടെ അടിമകളായിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമാണ്. ഇസ്രായേലിൻ്റെ പാപനിമിത്തമാണ്. അവർ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം, അപ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു ആ പാപത്തിനെതിരായിട്ട്, അവർ ചെയ്ത പാപത്തിനെതിരായിട്ട് ആരോട് പറഞ്ഞത്? യഹൂദന്മാരോട്. അത് ഉൾക്കൊള്ളാൻ അവർക്ക് മനസ്സായില്ല. അവർ നീതിമാന്മാരെന്നാണ് ഉറച്ചത്. അവർ യാഗം കഴിക്കുന്നു, പെരുന്നാളുകൾ കഴിക്കുന്നു, അവർ ദശാംശം കൊടുക്കുന്നു, അവർ ശബത്ത് അനുസരിക്കുന്നു, അവർ പരിച്ഛേദന ഏൽക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞതൊക്കെ അവർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ സ്വർഗ അവകാശികളാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അവർ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുകയായി. വാസ്തവത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല. ഈ പാപത്തിനെതിരെ സംസാരിച്ച മുഴുവൻ പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, കൊന്നിട്ടേ ഉള്ളൂ. യേശു അത് പറഞ്ഞു, യെരുശലേമേ നിന്റെ അടുക്കൽ അയച്ച പ്രവാചകന്മാരെ എറിഞ്ഞവളെ കൊന്നവരെ എന്നാണ് യേശു അവരെ വിളിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ കാര്യമല്ല. ഏതൊരു കാലത്തും അവർ തങ്ങൾ നീതിമാന്മാരെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ യോഹന്നാൻ ശാപകൻ ഉൾപ്പെടെ പാപത്തെക്കുറിച്ച് സംസാരിച്ച പ്രവാചകന്മാരെ അവർ കൊല്ലുകയോ കല്ലെറിയുകയോ ചെയ്തിട്ടേ ഉള്ളൂ. യേശുവിനെയും അങ്ങനെ അവർ ചെയ്യുകയാണ്. പക്ഷേ ഈ യഹൂദന്മാരുടെ ശിക്ഷാക്രമം എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിന് വിരോധമായിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലുക, അതിനുള്ള അധികാരം അവർക്ക് ഉണ്ട്. പക്ഷേ കുരിശുമരണം യേശുവിനുണ്ട്. ഇഞ്ചിഞ്ചായി മരിക്കണം. അതിനാണ് അവർ യേശുവിനെ പിടിച്ചു കെട്ടി പീലാത്തോസിനെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർ മാത്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് രാത്രിയിൽ നാട്ടുകാരറിയാതെ ചെല്ലുവാൻ ഇടയായത്. ആ രാത്രിയിൽ യേശുവിന് ജീവരക്ഷയ്ക്കായി ഓടാമായിരുന്നു. ശിഷ്യന്മാരോടി. യേശു പറയുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു?
നസ്രായനായ യേശു ഞാൻ തന്നെ. യേശു ഓടിയില്ല. പല മതനേതാക്കളും പ്രാണരക്ഷാർത്ഥം ഓടി. പക്ഷേ യേശു ഓടിയില്ല. യേശുവിന് അറിയാമായിരുന്നു, അവരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ വിസ്തരിക്കും, അവരെന്നെ വിധിക്കും, അവരെന്നെ കുരിശിക്കും. എന്നാൽ ഞാൻ അടക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും. ഇത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവമനുഷ്യനായ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? നസറേയനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് തന്നെത്താൻ കൈനീട്ടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു മരിക്കാനാണ് വന്നത്, നമ്മുടെ നരകമേൽക്കാനാണ് വന്നത്. അത് സന്തോഷത്തോടെ യേശു ചെയ്യുകയാണ്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ശിക്ഷ ഏൽക്കാൻ തയ്യാറായ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.